ഹായ് ദിസ് ഈസ് ബെൽസൺ ഹിയർ. ഗോൾഡ് വാങ്ങിക്കുന്നത് കുറയ്ക്കണം എന്നുള്ള PM മോദിയുടെ നിർദ്ദേശം ഏവരെയും ആശങ്കപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഗോൾഡ് വാങ്ങിക്കുന്നത് കൊണ്ട് എന്താണ് ഇന്ത്യൻ എക്കണോമിക്ക് സംഭവിക്കുന്നത്? അതുപോലെ ഗോൾഡ് വാങ്ങിക്കുന്നത് കുറച്ചാൽ ഇന്ത്യൻ എക്കണോമിക്ക് എന്താണ് നേട്ടം? നമുക്കൊന്ന് അനലൈസ് ചെയ്താലോ? നോക്കാം. സ്വർണത്തിന്റെ ഉപഭോഗം കുറയ്ക്കണമെന്നുള്ള നിർദ്ദേശം സാമ്പത്തിക ശാസ്ത്രപരമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഇതുമായിട്ട് അടിസ്ഥാനപരമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗോൾഡ് വാങ്ങിക്കരുതെന്ന് പറഞ്ഞപ്പോൾ സാധാരണക്കാരെ ആശങ്കയിലാക്കി എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇതിന്റെ കാരണങ്ങളിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാവും. അതിൽ ഒന്നാമത് ഫോറക്സ് റിസർവ് ആണ്. ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്താണ്? ഇന്ത്യയുടെ ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറൻസി അസറ്റായിട്ട് RBIയിൽ കീപ്പ് ചെയ്തിരിക്കുന്ന വിദേശ കറൻസികൾ, അതായത് US$, യൂറോ, പൗണ്ട്, അതേപോലെ ജാപ്പനീസ് യെൻ, ചൈനീസ് യുവാൻ, മറ്റുള്ള പ്രധാനപ്പെട്ട കറൻസികൾ. ഇതിൽ പക്ഷേ ഏറ്റവും കൂടുതൽ കീപ്പ് ചെയ്യപ്പെട്ടിരിക്കുന്നത് US$ ആണ്. കാരണം മിക്കവാറും ഇന്റർനാഷണൽ ട്രേഡിലൊക്കെ US$ ആണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഫോറക്സ് റിസർവ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ എമർജൻസി സേവിങ്സ് അക്കൗണ്ട് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നിന്ന് US$ കുറയുന്നത് ഒരു പ്രശ്നമാണ്. ഫോറക്സ് റിസർവ് കുറയുന്നത് ഒരു പ്രശ്നമാണ്. അതെങ്ങനെ കുറയണേ? കുറയാനുള്ള കാരണങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താണ്, ഒരുപാട് US$ പുറത്തേക്ക് പോകില്ലേ? ഇന്ത്യയിൽ ഗോൾഡ് ഉൽപ്പാദിപ്പിക്കുന്നത് കുറവായതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമല്ലേ? അപ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പോർട്ട് കൂടും, കൂടുതൽ US$ പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. 2026 ഫെബ്രുവരിയിലെ ഫോറക്സ് റിസർവ് എന്ന് പറയുന്നത് $728.5 ബില്യൺ ആയിരുന്നെങ്കിൽ അത് മെയ് മാസത്തിലേക്ക് വന്നപ്പോൾ $690.7 ബില്യൺ ആയി കുറഞ്ഞു. ഇനി ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് നോക്കുകയാണെങ്കിലോ, കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ, രാജ്യം കയറ്റുമതിയേക്കാളും കൂടുതൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ആണ് ഈ ഡെഫിസിറ്റ് ഉണ്ടാവുക. അതിൻ്റെ വാല്യൂലുള്ള ഡിഫറൻസ് ആണ് കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. IMFന്റെ 2026 പ്രൊജക്ഷൻസ് വെച്ച് നോക്കുവാണെങ്കിൽ ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ $84.5 ബില്യൺ ആയിട്ട് കുറയുമെന്നാണ്. സ്വർണത്തിന്റെ ഇറക്കുമതി കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും കൂടും. അങ്ങനെ ഇന്ത്യൻ റുപ്പിക്ക് ഭയങ്കരമായിട്ടുള്ള വാല്യൂ ഡിപ്രീസിയേഷൻ സംഭവിക്കും. നിങ്ങൾക്കറിയാലോ, ഇന്നത്തെ ഇന്ത്യൻ റുപ്പിയുടെ റേറ്റ് എത്രയാണ് ഡോളറായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ? 95.7 ആണ് ഇന്നത്തെ ഡേറ്റിൽ വെച്ച് നോക്കുമ്പോൾ. ഇതിന്റെ പ്രധാന കാരണം എന്താ അറിയാം? ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ് അല്ലേ? US, ഇറാൻ, ഇസ്രായേൽ സംഘർഷങ്ങളാണ് ഇതിന്റെ കാരണം അല്ലേ? അതുപോലെ തന്നെ ക്രൂഡ് ഓയിലിന്റെ റേറ്റ് നോക്കൂ, ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുക, $107 വരെയായി. അതുപോലെ തന്നെ FIS, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ്, ഓരോ ദിവസവും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് വിഡ്രോ ചെയ്തു പോകുന്നത് വലിയൊരു എമൗണ്ട് തന്നെയാണ്. ഏപ്രിൽ മാസത്തെ കണക്ക് വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം $7.5 ബില്യൺ വിദേശ നിക്ഷേപമാണ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് പോയിട്ടുള്ളത്. ഇത് ഇന്ത്യൻ റുപ്പിക്ക് ഭയങ്കരമായ തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഗോൾഡ് വാങ്ങിക്കുന്നതിനെ കുറിച്ച് പറയാം. അതാണല്ലോ നമ്മുടെ സബ്ജക്റ്റ്. ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ തന്നെ $72 ബില്യൺ ആണ് ഗോൾഡ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്തത് ഇന്ത്യ. അത് ഡോളറായിട്ടാണ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്. ഇന്ത്യയാണ് സെക്കൻഡ് ലാർജസ്റ്റ് ബയർ ഓഫ് ഗോൾഡ്. നമ്മളെല്ലാവരും കൂടി ഒരു 30-40% ഗോൾഡ് ബൈയിങ് കുറച്ച് കഴിഞ്ഞാൽ, ഗോൾഡ് വാങ്ങിക്കുന്നത് കുറച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു 25% എന്തിൽ കുറവ് വരുത്താൻ പറ്റും? കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ കുറച്ചുകൊണ്ട് മാനേജ് ചെയ്യാനായിട്ട് ഗവൺമെന്റിന് സാധിക്കും. ഇപ്പം ഈ അവസരത്തിൽ നമുക്ക് ഗോൾഡിന്റെ കൺസംഷൻ, ഗോൾഡ് ബൈ ചെയ്യുന്നത് കുറച്ച് നിർത്തിക്കഴിഞ്ഞാൽ ഈ ഇമ്പോർട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ശരിയാണ്, ഗോൾഡ് ഒരു സുരക്ഷിത നിക്ഷേപം തന്നെയാണ്, ഒരു സംശയമില്ല. സാമ്പത്തിക ശാസ്ത്രത്തിൽ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റിനെ ഒരു ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കരുതുക. ഗോൾഡ് വാങ്ങിച്ച് നമ്മൾ ഒന്നിലും വീട്ടിൽ വയ്ക്കും, അല്ലെങ്കിൽ ലോക്കറിൽ വയ്ക്കും ഇല്ലേ? ഇതിന് ഉപയോഗിക്കപ്പെടുന്ന എമൗണ്ട് പകരം, ഗോൾഡ് വാങ്ങിക്കുന്നതിന് പകരം ഒരു പുതിയ ബിസിനസ് തുടങ്ങുവാനോ വ്യാവസായിക വളർച്ചയ്ക്കോ കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഒന്നിനെ ഉപയോഗിക്കാനായിട്ട് പറ്റുന്നില്ല അല്ലേ? അതുകൊണ്ടാണ് ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് എക്കണോമിക്സിൽ വിളിക്കുന്നത്. സ്വർണം വാങ്ങുന്നത് കുറച്ചാൽ ഇന്ത്യയുടെ ഇറക്കുമതി, ഗോൾഡ് ഇറക്കുമതി കുറയും. അങ്ങനെ വരുമ്പോൾ റുപ്പി വാല്യൂ സ്ട്രോങ് ആയിട്ട് നിൽക്കും. അപ്പം അതിനു വേണ്ടിയുള്ള ഒരു സ്റ്റെപ്സ് ആയിട്ട് നമുക്ക് ഇതിനെ കരുതാം. അപ്പോൾ ചോദിക്കും, എന്നാൽ പിന്നെ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിക്കാണ്ട് ETF, എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്താൽ എന്താണ്? അവിടെയും പ്രശ്നമുണ്ട്. എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് ശരിയാണ്, ഇലക്ട്രോണിക്കലി ആണ് ഗോൾഡ് വാങ്ങിക്കുന്നത്. പക്ഷേ ഈ ETF മ്യൂച്വൽ ഫണ്ട് കമ്പനീസ് എന്താ ചെയ്യുന്നത്? ഈ ETF-ലേക്കുള്ള എമൗണ്ട് അവർ ഫിസിക്കൽ ഗോൾഡ് വാങ്ങിച്ചു വയ്ക്കുവാണ്. അപ്പോഴും ഈ ഇമ്പോർട്ടൊക്കെ തന്നെ വരും. അങ്ങനെയെങ്കിൽ ഏറ്റവും നല്ലത് ഗോൾഡിന് പകരം ഈ ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ഈ എമൗണ്ട് രാജ്യത്തിന്റെ അടിസ്ഥാനപരമായ വികസനത്തിന് വേണ്ടിയുള്ള വ്യവസായങ്ങളിലേക്കാണ് എത്തുക. അങ്ങനെ വ്യവസായങ്ങളിൽ എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും GDP ഇംപ്രൂവ് ആകും, ഒരുപാട് പേർക്ക് തൊഴിൽ ലഭിക്കുന്നു അല്ലേ? അപ്പോൾ നമ്മുടെ സാമ്പത്തിക രംഗം ഭദ്രമായിരിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ സ്വർണത്തോടുള്ള അമിതമായ താല്പര്യം കുറച്ചുകൊണ്ട് ഈ പണം കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക്, നിക്ഷേപങ്ങളിലേക്ക് പോകുമ്പോൾ
രാജ്യത്തിൻ്റെ സാമ്പത്തിക അടിസ്ഥാനം മെച്ചപ്പെടുകയും ഈ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. താങ്ക് യു. Investment in securities market are subject to market risks. Read all the related documents carefully before investing.